പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയും കൂടിയാണെന്ന് കാണിക്കുവാനുള്ളത്. ആ ചെറിയ കുട്ടി വലിയൊരു ടയർ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉയർത്തുമെങ്കിൽ അതെന്തുകൊണ്ട്? നമുക്കതാണ് നോക്കാനുള്ളത്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ, അവനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണത്. ഇത്രയും ചെറിയ പ്രായത്തിൽ അത്രയും വലിയൊരു ടയറ് സ്വയം അവൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, അവൻ്റെ ശാരീരിക ശക്തി മാത്രമല്ല, അവിടെ ഇച്ഛാശക്തി കൊണ്ട് അവൻ ഉയർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവനത് ഉയർത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, അവൻ്റെ ആത്മവിശ്വാസം. രണ്ടും അത് തന്നെയാണ്. ആ ആത്മവിശ്വാസം അത് തകർക്കുവാൻ ഒരു പിന്തിരിപ്പൻ അവനടുത്തില്ലാതെ പോയി. ഇതിനേക്കാൾ വലുത് നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് നമുക്ക് കഴിയില്ല, നമുക്ക് സാധിക്കില്ല എന്ന് കരുതുന്ന പലതും ഒരു പക്ഷേ നമുക്കുള്ളിലുണ്ടാവുമായിരിക്കാം. അതൊന്ന് ചെയ്തു നോക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം എന്നുള്ളത്. ചെയ്യണം. നമുക്ക് ചെയ്ത് വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം നമ്മുടെ പിന്നിൽ നിന്ന് നിനക്കതിനൊന്നും കഴിയില്ലടേ, നീ അതിനൊന്നും ആയിട്ടില്ലടേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പന്മാർ അവരില്ലാത്ത കാലത്തോളം നിങ്ങളത് ചെയ്തു നോക്കണം. ഒരു പക്ഷേ ഈ കുഞ്ഞിനെ പോലെ ഇതിപ്പോൾ ഇത്ര വലിയൊരു ആനക്കാര്യമാണോ എന്നൊന്നും കരുതേണ്ടതില്ല, വിജയിച്ചേക്കാം. ഇനി മറ്റൊരു കാര്യം, ഇതേപോലെ വേറെ ചെറിയൊരു കാര്യമാണ് കാണിച്ചു തരാനുള്ളത്. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലട മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ആ ചെറിയ കുട്ടി അത് ഒരു ട്രോളായിട്ട് അവർ തന്നെ അവരുടെ ഫാമിലി ഇട്ടതാണ്. ആ ചെറിയ കുട്ടി വളരെ നിസാരമായിക്കൊണ്ടാണ് കട്ടില അല്ലേ ഡോറിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഇടയിൽ കാല് വെച്ചപ്പോൾ ഇത് കാണുന്ന പല ആളുകൾക്കും തോന്നിയേക്കാം എൻ്റെ മോനും എൻ്റെ മോളും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ടല്ലോ എന്നുള്ളത് ഉണ്ടാവുമായിരിക്കാം. ഇവിടെ നിങ്ങളോട് പറയുവാനുള്ളത്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പൊങ്ങിക്കോ എന്ന് പറഞ്ഞു കൊടുക്കാറാണോ പതിവ്? അതോ അവിടെ നിന്ന് വീണാൽ കൈയൊടിയും, കാലൊടിയും, തല പൊട്ടും, പല്ല് പോകും, മൂക്ക് പൊട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യാറുള്ളത്? ഇവിടെ വളരെ നിസ്സാരമായിക്കൊണ്ട് അവർ ട്രോളായിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ആ ഒരു കഴിവ്, അത്ര വലിയ കഴിവാണോ? നമുക്ക് നമ്മുടെ പൊൻകുഞ്ഞായിരിക്കും, നമ്മുടെ പൊൻകുഞ്ഞ് ചെയ്യുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കാം. എന്നാൽ മറ്റുള്ളവരുടെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് ഇനി ഇവിടെ കാണിക്കുവാനുള്ളത് ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്, ബോറടിക്കാതിരിക്കാനാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ പച്ചിറച്ചി തിന്നാൻ വരുന്നില്ലേ, പച്ചിറച്ചി തിന്നുന്നില്ലേ, പച്ചിറച്ചി തിന്നൽ നിർത്തിയോ എന്നൊക്കെ. അവിടെ ചെറിയ കുട്ടികളുടെ ചെറിയൊരു കാര്യമാണ് കാണിക്കുന്നത്. ചെറിയ കുട്ടികളെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അത് പഠിപ്പിച്ച ഒരു മുസ്ലിയാർ ആ ഒരു കുട്ടികളുടെ ആ ഒരു പ്രകടനത്തെ, അവരുടെ പെർഫോമൻസ്, അദ്ദേഹം അതിനൊപ്പം നിന്നുകൊണ്ട് അത് പ്രോത്സാഹനം നൽകുന്ന ആ ഒരു വീഡിയോ കൂടി നമുക്കിവിടെ നിന്ന് കാണാം. അല്ലാഹു അക്ബർ റബ്ബുൽ ഉലാനെ, അല്ലാഹു അക്ബർ. ഇത് നബിദിനം എന്ന പ്രോഗ്രാം സംബന്ധമായിക്കൊണ്ടുള്ള വീഡിയോ ആണ്. എന്നാൽ ഞാനിന്ന് ഇവിടെ മുൻപ് കാണിച്ച 2 വീഡിയോകളും കുരുന്നുകളെ സംബന്ധിച്ചുള്ള അവരുടെ ചില കാര്യങ്ങൾ സംബന്ധിച്ചുള്ളതാണ്. അവിടെ നബിദിനം എന്നുള്ളത് അതിൻ്റെ ശരി തെറ്റ്, അതായത് മെറിറ്റും ഡീമെറിറ്റും അത് നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ ഈ മുസ്ലിയാർ ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവരുടെ കഴിവ് തെളിയിക്കുക, അതൊക്കെ ഇഷ്ടവും അല്ലേ സന്തോഷമൊക്കെ ഉള്ള കാര്യമാണ്.
ആ കൂട്ടത്തിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അതിലൊരു ടെക്സ്റ്റ് തന്നെ ഉണ്ട്, മാതാപിതാക്കളെ പോലെ തന്നെ തൻ്റെ കുട്ടികളെ സ്റ്റേജിലൊന്ന് കയറ്റണം എന്ന് ഏറെ ആഗ്രഹിക്കുന്നവരാണ് അധ്യാപകർ, അല്ലെങ്കിൽ അധ്യാപകർ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് അധ്യാപകർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആ പെർഫോമൻസ് അത് ഞാൻ കാണിച്ചു കൊടുത്ത പോലെ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളായ കുരുന്നുകൾ അവർ പെർഫോം ചെയ്യുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് ഈ കൂട്ടത്തിൽ 2 കുരുന്നുകളെ കാണിച്ചപ്പോൾ മൂന്നാമത് ഒരു കൂട്ടം കുരുന്നുകളെ കൂടി കാണിച്ചെന്ന് മാത്രം. നമുക്ക് നല്ല വശങ്ങൾ എടുക്കാനും അതിൻ്റെ ആശയത്തെ വ്യക്തമായിട്ട് എതിർക്കുവാനും ഒക്കെ അറിയും. ഇതിവിടെ കാണിച്ചതിന് ഒരു കാരണം കൂടിയുണ്ട്. സൂചിപ്പിച്ചോന്നറിയില്ല, സൂചിപ്പിച്ചു, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചാണ്. ഈ മുസ്ലിയാക്കന്മാരുടെ ഇറച്ചി നാം വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പലരും ഈ ഇതിൽ വന്നിട്ട്, ഈ ചാനലിൻ്റെ പേര് മൻസൂർ ടോക്ക് എന്നാണ്. ഇതിൽ അങ്ങനെയുള്ള സംഭവങ്ങളല്ല ഉള്ളത്, അത് മനസ്സിലാക്കുക. അതിന് നമുക്ക് 2 ചാനൽ വേറെ ഉണ്ടല്ലോ. ഈ വീഡിയോ അതിൻ്റെ പിന്നെ സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.